Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. എനിക്കും കുടുംബത്തിനും ഉണ്ടായ നഷ്ടം ചാനൽ തരുമോ? ചാനലിനെതിരെ അൻവർ സാദത്ത് MLA. ദിലീപിന്റെ കേസുമായി ബന്ധപ്പെടുത്തിയത് അതിൽ പരാമർശിക്കുന്ന ഇക്ക താനല്ലെന്ന് അറിഞ്ഞുകൊണ്ട് വെറും റേറ്റിംഗ് ലക്ഷ്യമിട്ടായിരുന്നു എന്നും അൻവർ സാദത്ത് പറഞ്ഞു. കാലടി പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മികവ് 2K24 പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നടൻ ദിലീപുമായി ബന്ധപ്പെട്ട കേസിൽ ഇക്ക എന്ന് പരാമർശിച്ച് തന്നെ മോശമായി ചിത്രീകരിച്ച ചാനലുകൾ തന്റെ കുടുംബത്തിനും തനിക്കുമുണ്ടായ മാനസിക പ്രയാസങ്ങൾക്ക് ഉത്തരവാദികളെന്ന് അൻവർ സാദത്ത് MLA. കാലടി പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മികവ് 2K24 സംസാരിക്കുകയായിരുന്നു അൻവർ സാദത്ത്. ദിലീപിന്റെ ഇഷ്യൂ അത് കഴിഞ്ഞ് ആദ്യം ദിലീപിന്റെ ഇഷ്യൂ കഴിഞ്ഞു. അത് വന്ന് ഞാൻ പത്രസമ്മേളനം നടത്തി ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ ഒരു ഇക്ക എന്നൊരു സംഭവം ഉണ്ടായ അത് ഓർമ്മ ഇക്ക രണ്ടാമത് എന്തൊരു ഗൂഢാലോചന ഉണ്ടെന്ന് ഉറപ്പാ ഒരു ഇക്കയാണ് വന്നതെന്നാണ് മറ്റേ സാക്ഷി പറയുന്നത്. 3 ദിവസം ചാനലിൽ തകർക്കണേ, 2-3 ചാനലാണ് പ്രധാനമായിട്ട് തകർത്ത് ഇക്ക. അപ്പം ഞാൻ എൻ്റെ പേരല്ലാതെ ബാക്കിയൊക്കെ പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞിട്ടില്ല, ബാക്കിയെല്ലാം പറഞ്ഞു കഴിഞ്ഞ്. അപ്പം എൻ്റെ മകൾ, എനിക്ക് 2 പെൺകുട്ടികളാണ്. സ്കൂളിൽ ചെന്നപ്പോൾ ആ ടീച്ചർ ചോദിച്ച് മോളുടെ അച്ഛനെ അല്ലെങ്കിൽ വാപ്പാനെ എന്താ അങ്ങനെ ചോദിച്ചത്, പോലീസ് അറസ്റ്റ് ചെയ്യോ? അപ്പം സത്യം പറയാം എൻ്റെ മൂത്ത മകള് നല്ല മറുപടി കൊടുത്തു ടീച്ചർക്ക്. ഇളയാള് വളരെ ചെറുതാണ്. അപ്പം അവള് എന്തോ പറഞ്ഞു, അവൾക്ക് ഇതൊന്നും പിടിയിട്ടില്ല. പക്ഷെ എൻ്റെ മോൾക്കുണ്ടായ പ്രയാസം എന്താ, ഈ 3 ദിവസം എൻ്റെ TV യിൽ എനിക്കറിയാം, ഞാൻ അതിനകത്ത് കക്ഷിയില്ല, 100% എനിക്കറിയാം, 100 അല്ല 101% അറിയാം. പക്ഷേ ആ TV വാർത്ത വെച്ചു, ഇങ്ങനെ കേട്ടു. 3-ാമത്തെ ദിവസം ഈ പറഞ്ഞ സാക്ഷിക്ക് വെളിപാടുണ്ടാവേണേ. അതിൽ രാത്രി എണീറ്റ് നോക്കിയപ്പോൾ ഞാൻ അപ്പോഴേ 3 ദിവസം കഴിഞ്ഞപ്പോൾ രാത്രി എണീറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ അത് അൻവർ സാദത്ത് അല്ല. അപ്പോൾ ഈ ചാനൽ തന്നെ പറഞ്ഞു കൊടുത്തു, അൻവർ സാദത്ത് അല്ല എന്ന് ഇന്നാൾ പറഞ്ഞെന്ന് പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞ് ഞാനത് കേട്ടു. നമ്മൾ വിധിക്കപ്പെട്ടവരാണല്ലോ, ഞാനത് കമൻറ്റും പറയാൻ വേണ്ടി ഒന്നും കാരണം എൻ്റെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ എൻ്റെ കുടുംബത്തിനുണ്ടായ പ്രയാസം, എനിക്കുണ്ടായ ഡാമേജ് ഇത് ആര് തരും? ഈ ചാനൽ തരുമോ? ഈ പത്രമാധ്യമം ആരായാലും അത് തരുമോ? അതാണ് അദ്ദേഹം ചോദിച്ചത്. എൻ്റെ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ഈ ഒരു ചാനലുമായി എൻ്റെ അടുത്തൊരു സുഹൃത്തും ആ അടുത്ത സുഹൃത്തും ചോദിച്ചു, നിങ്ങൾക്ക് ശരിക്കും അൻവർ സാദത്ത് അല്ല എന്ന് അറിയാമെന്നല്ലോ, പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു പുകമറ സൃഷ്ടി? പറഞ്ഞേ 3 ദിവസം അങ്ങനെ ഓടിയെന്ന്. എന്ത് 3 ദിവസം അങ്ങനെ ഓടിയെന്ന്? ഈ 3 ദിവസം ഓടിക്കാൻ എൻ്റെ പൊളിറ്റിക്കൽ കരിയറിനെ ഞാൻ സത്യം പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് വളർന്ന ഒരാളാണ്. പാർട്ടിയുടെ താഴെ ലെവൽ ബൂത്ത് പ്രസിഡന്റ്, വാർഡ് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ഞാൻ ഇന്നും പൊതുപ്രവർത്തിപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളോട് എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹത്തെ പോലെ ആൾ എന്നെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഞാൻ ജനങ്ങളുടെ ജീവിക്കുന്ന, ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ. യഥാർത്ഥത്തിൽ താനല്ല കേസിൽ പരാമർശിക്കുന്ന ഇക്ക എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചാനൽ വാർത്ത സംപ്രേഷണം ചെയ്തതെന്നും വെറും 3 ദിവസത്തെ റേറ്റിംഗിന് വേണ്ടി ചാനൽ ചെയ്ത വാർത്ത തനിക്കും തന്റെ കുടുംബത്തിനുമുണ്ടാക്കിയ നഷ്ടം ഒരിക്കലും തിരിച്ചു നൽകാൻ കഴിയാത്തതാണെന്നും അൻവർ സാദത്ത് പറഞ്ഞു.